ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചായയാണ് തയ്യാറാക്കി എടുക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ചായയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതേപോലെ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് 2 മതിയെങ്കിൽ 2 എടുക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം വലിപ്പമുള്ളതുകൊണ്ട് ഒരു 3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഏലക്കയൊന്ന് ചതച്ചെടുക്കാം. ഏലക്കയുടെ പൊടി ചേർക്കരുത് കേട്ടോ. ഈ ചായ ഉണ്ടാക്കുമ്പോൾ ഏലക്ക ഉണ്ടെങ്കിൽ ഇതേപോലെ ചതച്ചെടുക്കുകയാണ് കുറച്ച് നല്ല ടേസ്റ്റ് കൊടുക്കാം. ഇപ്പം നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഏലക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഞാനൊരു 2 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പം മിക്സിയുടെ ജാറിലിട്ടൊന്നും ഇത് ചതച്ചെടുക്കുക ഇതുപോലെ അരച്ചെടുക്കുകയും ചെയ്യരുത് കേട്ടോ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ മുഴുവനും നമ്മുടെ ചായയിലേക്ക് നന്നായിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇഞ്ചി കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ഏലക്ക ഇട്ടിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ചായയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാൻ തന്നെ വാശി പിടിക്കും. അത്രക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇത് തിളച്ച് വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഏലക്കയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് 1 ഗ്രാമ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പിൻ്റെ അളവ് കൂടി പോകരുത്. 1 ഗ്രാമ്പ് മാത്രം ചേർത്താൽ മതി. നമ്മൾ 2 കപ്പ് വെള്ളവും ഇതേപോലെ 1 കപ്പ് പാലും എടുക്കുന്നതിലേക്ക് 1 ഗ്രാമ്പ് മതി കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആ പാല് ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാലിൽ വെള്ളം ഒന്നും ചേർക്കരുത്. അപ്പോൾ ആ പാല് തിളച്ച് വന്നതോടെ അത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഒരു 2 മിനിറ്റോളം ഇതേപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഞ്ചിയുടെ ഇലക്കയുടെയൊക്കെ ഫ്ലേവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി, തേയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടിയുടെ അളവ് തീരുമാനിക്കാവുന്നതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വേണ്ടെങ്കിൽ 2 ടീസ്പൂൺ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.25 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരവും കടുപ്പവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്, മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് അതിലെ കടുപ്പമൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ഫ്ലേവറാണ് വരുന്നത്, അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പാല് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും തിളപ്പിച്ച പാല് തന്നെ ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ചിട്ട് ആ ചൂട് കൊടുക്കുക തന്നെ ഒഴിച്ചു കൊടുക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പച്ചപ്പാല് തണുത്ത പാല് ഒഴിക്കുന്നതിലും ടേസ്റ്റ് ഇതുപോലെ പാല് തിളപ്പിച്ചിട്ട് ഒഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പാലൊഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ആറ്റി നോക്കുന്ന സമയത്ത് അറിയാം നല്ല അടിപൊളി ചായയാണ്. അത്യാവശ്യം ചെറിയൊരു കുറുകലോട് കൂടിയ നല്ല അടിപൊളി ചായയാണ്. അപ്പോൾ അതേ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഇപ്പോൾ ചേർക്കണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യുന്ന സമയത്താണ് സാധാരണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതെ അപ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. നമുക്ക് വേറൊരു കപ്പിലേക്കോ ഒരു പാത്രത്തിലേക്കോ ഇതൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലെ അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 കപ്പിലേക്കാണിത് സെർവ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ചായ അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കാനും ശ്രദ്ധിക്കണം. ഇനിയാണ് നമ്മുടെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. 1 പിഞ്ച് ഗരം മസാല. നമ്മൾ 1 ഗ്ലാസ് ചായ എടുക്കുമ്പോൾ അതിലേക്ക് 1 പിഞ്ച് ഗരം മസാല കൂടി മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു അടിപൊളി ചായയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.